ശ്രീ എസ് ശ്രീകുമാർ, ഇവിടെ ഉരുൾപൊട്ടൽ നടക്കുന്ന മേഖലയിലെ പഠനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതിന് സമീപത്തായി ക്വാറികൾ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള വനനശീകരണം നടക്കുന്നതായി അറിയാൻ കഴിയും. കൃഷിയിടങ്ങൾ ഒരുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും അവിടെയുള്ള മനുഷ്യർ എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ദുരന്ത ഭൂമികളൊക്കെ ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്നുള്ളത് തന്നെയാണോ ഇതിൽ നിന്ന് അർത്ഥമാക്കേണ്ടത്? ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുക അല്ലെങ്കിൽ മലയിടിച്ചിൽ ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു ഘടകങ്ങളെ മാത്രം ആശ്രയിച്ചല്ല നടക്കുന്നത്. അതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ടത്. നമ്മളിപ്പോൾ പറയുന്നത് ഉരുൾപൊട്ടലിന്റെ പ്രധാനപ്പെട്ട പ്രേരക ഘടകം എന്ന് പറയുന്നത് മഴയാണ് എന്നുള്ളതിന് തർക്കമില്ല. അത് ഒരു എക്സ്ട്രീം റെയിൻഫോൾ ഈവൻറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ നമുക്കറിയാം, ഈ ഉരുൾപൊട്ടലിനെ കണ്ടീഷൻ ചെയ്യുന്ന, അതിന് സാഹചര്യം ഒരുക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ക്വാറികളുടെ പ്രവർത്തനം തീർച്ചയായിട്ടും പണ്ടുണ്ടായിരുന്നത് ചെറിയ തരത്തിലുള്ള വൈബ്രേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന് യാതൊരു തർക്കവുമില്ല. പക്ഷെ അത് മാത്രമല്ല, അത് പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ക്വാറികൾ പ്രവർത്തിക്കുന്നില്ല. കാരണം ഹൈ ഹസാർഡ് സോണിലൊന്നും തന്നെ ക്വാറികൾക്ക് പെർമിഷൻ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തൊന്നും കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. പക്ഷെ പണ്ടുണ്ടായിരുന്ന ക്വാറികൾ ഒരുപക്ഷെ ചെറിയ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തിയുള്ളതാവണം പ്രകമ്പനങ്ങൾ കൊണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മനുഷ്യ ഇടപെടലുകൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവിടെ കൃഷി, നമ്മളറിയാം മോണോക്രോപ്പായിട്ടുള്ള കൃഷിയിടങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത്. അപ്പൊ നമ്മുടെ വനങ്ങളാണ് നശിപ്പിച്ചു കളഞ്ഞിട്ട്, കാരണം ആഴത്തിൽ വേര് ഊർന്നിറങ്ങുന്ന മരങ്ങളായിരുന്നു അന്നുണ്ടായിരുന്ന ആ കാടുകളിൽ. അത് വെട്ടിത്തെളിച്ചിട്ടാണ് നമ്മൾ ഏലമാണേലും എന്താണേലും റബ്ബറാണേലും അത് തേയിലയാണേലും ഒക്കെ നമ്മൾ അവിടെ കൃഷി ചെയ്യും. അപ്പൊ ഇത് വളരെ ഷാലോ റൂട്ടഡ് ആയിട്ടുള്ള ഈ പ്ലാന്റുകളാണ് അവിടെ ഇപ്പോൾ നമുക്കുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അപ്പം ഈ മരങ്ങൾ വെട്ടിമാറ്റിയപ്പോൾ പലപ്പോഴും ഈ ഡീപ്പ് റൂട്ടിങ്, ഒരു ബോൾട്ടിങ് ഉണ്ടായിരുന്നു. മേൽമണ്ണിനെയും താഴെയുള്ള പാറകളെയും തമ്മിൽ ഘടിപ്പിക്കുന്ന ഒരു ബോൾട്ടിങ്, അത് സ്വാഭാവികമായിട്ട് മരം വെട്ടിയതോടുകൂടി തന്നെ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു ഉറപ്പ് കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ നീർച്ചാലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നീർച്ചാലുകൾ, കാരണം നമ്മുടെ പഠനങ്ങളൊക്കെ കാണിക്കുന്നത് നീർച്ചാലുകൾക്ക് ഈ ഉരുൾപൊട്ടലുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ട്. നീർച്ചാലുകളോട് അടുപ്പിച്ചാണ് പല പല കെട്ടിടങ്ങളും പല കൺസ്ട്രക്ഷൻസും നിർമ്മിതികളും അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരു പല പല ഘടകങ്ങളായിട്ട്, അപ്പോൾ ഒരു ഘടകമല്ല, ക്യുമുലേറ്റീവായിട്ട് പല ഘടകങ്ങൾ കണ്ടീഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള അതിതീവ്ര മഴയും കൂടി പെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുന്നത്. അപ്പം സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ വളരെ ചരിവ് കൂടിയ പ്രദേശമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള മേൽമണ്ണിന്റെ ഖനം വളരെ കൂടുതലുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഘടകങ്ങൾ ഉരുൾപൊട്ടലിനെ സഹായിച്ചതാണ്. പക്ഷെ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗ രീതികൾ തീർച്ചയായിട്ടും ഒരു ഉരുൾപൊട്ടലിനെ സഹായിക്കുന്നവയാണ്. അതിന് മനുഷ്യന് തീർച്ചയായിട്ടും വലിയ തരത്തിൽ മനുഷ്യൻ്റെതായിട്ടുള്ള സംഭാവനകൾ അതിനകത്തുണ്ട് എന്നുള്ളത് തർക്കമില്ല. നമുക്ക് ഈ വയനാടിന്റെ പൊതുവെ ഒരു സെൻസസ് അനുസരിച്ചിട്ടുള്ള ഈ പോപ്പുലേഷൻ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ തന്നെ അത് സെൻസസ് 2020-11 വരെ ഉള്ളൂ, 2011 വരെ. 1981 ഉള്ള സെൻസസില് ഏതാണ്ട് 5,54,000 ശിഷ്ടം ഏതാണ്ട് ആൾക്കാരാണ് വയനാട് ജില്ലയിൽ ഉണ്ടായിരുന്നത്. അത് അടുത്ത സെൻസസിൽ 91 വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് 67 ലക്ഷം അങ്ങനെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അടുത്ത 2001 അത് 7,80,000 അതിൽ വന്നിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തെ 2011 ഏറ്റവും അവസാനം വരുമ്പോൾ സെൻസസ് നടക്കുമ്പോൾ അത് 88 ലക്ഷത്തി ഇത്രയും സംതിങ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത് കാണിക്കുന്നത് പ്രോഗ്രസീവായിട്ട് ഒരുപാട് ജനസംഖ്യ വർധനവ് വന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് കൺസ്ട്രക്ഷൻസും അവിടെ കൂടിയിട്ടുണ്ട്. നിർമ്മിതികളുടെ ഒരു വലിയ കുതിച്ചുചാട്ടം അവിടെ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ
ഉരുൾപൊട്ടലിനെ ഒക്കെ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ.